പുത്രനാണെന്ന് പറയുന്നില്ല. ഇവനെൻ്റെ പുത്രനാണെന്നേ പറയുന്നുള്ളൂ. അമ്മയുടെ പ്രസവം കൊണ്ട് പുത്രനാകണമെങ്കിൽ 4 പേരും പുത്രനാകേണ്ടതാണ്. ഇവനെൻ്റെ അടുക്കെന്ന് മാറുന്നത് എനിക്കിഷ്ടമല്ലെന്നേ പറയുന്നുള്ളൂ. പിൻ പോയിൻ്റ് അതാ ഞാൻ വിരലിങ്ങനെ വെച്ചിരിക്കുന്നത്. ശരിയല്ല? അമ്മയുടെ അന്തരംഗത്തിൽ പുത്രൻ്റെ മേലുള്ള അവകാശത്തിൻ്റെ ആന്തോളനമുണ്ടാകുമ്പോൾ നിങ്ങളുടെ കോശാന്തരങ്ങളിൽ പുത്രഭാവത്തിൻ്റെ അഹന്തകൾ തപ്ത സാമീപ്യത്തെ സംജാതമാക്കുകയും ഏതോ ഒരറിവിൻ്റെ പേരിൽ അതിൽ നിന്നിറങ്ങിയോടാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ പുത്രനായും മുക്തനായും കളിക്കുന്ന ഒരാന്തോളനത്തിൻ്റെ കളിയിലുണ്ടാകുന്ന ഭാവഭേദങ്ങളാണ് ഇവയെങ്കിൽ അതിലൊന്നിലെ വലിച്ചെറിഞ്ഞാൽ ശാന്തിയായി. പ്രാക്ടിക്കലായും ശരിയാണ്. തത്വത്തിലാണ് എല്ലാം പ്രാക്ടിക്കലും. ഒരാൾ ശിഷ്യനാണെന്ന് പറഞ്ഞു വന്ന് നമസ്കരിക്കുമ്പോൾ ആന്തരികമായൊരു ഹർഷം ബന്ധത്തിൻ്റെതുണ്ടാക്കുകയും ഞാൻ മുക്തനാണെന്ന് ഭാവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ശരീരത്തിലും മനസ്സിലും സംജാതമാകുന്ന ഭാവഭേദങ്ങൾ അത്രയും ഈ പ്രകൃതിയിൽ സംഘർഷത്തിൻ്റെ വിത്തുകൾ മാത്രമേ വിതയ്ക്കൂ. അവനിലെ സങ്കല്പത്തിൻ്റെ ഗുരുവിനെ അവൻ നമസ്കരിക്കുന്നു എന്ന് നിർമ്മമനായി നോക്കി നിന്ന് കാണാൻ അതിൻ്റെ പ്രതിബിംബരൂപം അവൻ എന്നിൽ കണ്ടുവെങ്കിൽ തഥാസ്തു എന്ന് വിചാരിച്ചിരിക്കുവാൻ നിർമ്മമത്വത്തിൻ്റെ ലോകങ്ങളിൽ കഴിഞ്ഞാൽ ആർക്കാണ് ആരോടാണ് മമത പുലർത്തി ഇടപെടാൻ കഴിയുക? ചോദ്യം പിടികിട്ടിയില്ല. വാക്കുകളിൽ, വരകളിൽ, വർണ്ണങ്ങളിൽ, ഭാവഹാവങ്ങളിൽ നിറഭേദങ്ങളിൽ എല്ലാം മമതയുടെയും നിർമ്മമത്വത്തിൻ്റെയും ലോകങ്ങളെ വേർതിരിച്ച് കാണിക്കുവാൻ സഹജമായൊരു ഭാഷ ജീവജീവാന്തരങ്ങളിൽ കിടപ്പുണ്ടെങ്കിൽ ആ ഭാഷയെ പ്രകടിപ്പിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ ഉയർന്നാൽ നിങ്ങളോട് മമത പുലർത്താൻ ആർക്കാണ് കഴിയുക? അതുളവാക്കുന്ന ഫലവും അതുളവാക്കുന്ന അനവദ്യസുന്ദരമായ ആത്മഹർഷത്തിൽ നിർമ്മമനായൊരു പുത്രൻ്റെ സാമീപ്യത്തിൽ അനുഭവിക്കുന്ന ആത്മയാഥാത്മ്യത്തിന് മുമ്പിൽ മമതയുളവാക്കുന്ന ദുഃഖങ്ങൾ അത്രയും ഒരു നിമിഷം കൊണ്ട് ഉപസംഹരിക്കുന്നതോടെ പിതാവ് പിതാവല്ലാതായിത്തീരുന്ന, മാതാവ് മാതാവല്ലാതായിത്തീരുന്ന, സഹോദരങ്ങൾ സഹോദരങ്ങളല്ലാതായിത്തീരുന്ന ആത്മബോധത്തെ അനുഭവിക്കുന്ന ഒരമ്മയുടെയും അച്ഛൻ്റെയും സഹോദരങ്ങളുടെയും ഭാവതലങ്ങളിലേക്ക് അവരെ ഉയർത്തിക്കഴിഞ്ഞാൽ എന്തിനു പിന്നെ മക്കളാണെന്ന് പറഞ്ഞ് നിങ്ങളെ അവർ കെട്ടിപ്പിടിക്കണം.
ആരെയും വിട്ടുപോകണ്ട, ആരെയും എതിർക്കണ്ട. നിർമ്മമനായ ഒരുവൻ്റെ സാമീപ്യത്തിൽ അനുഭവിക്കുന്ന നിർമ്മമമായ ആനന്ദത്തിന് തുല്യം ലോകത്തൊന്നുമില്ലാത്തതുകൊണ്ട് മമതയുടെ ആനന്ദങ്ങളെല്ലാം, മമതയുടെ സുഖദുഃഖങ്ങളെല്ലാം മറന്നുപോകുന്ന ഒരു നിമിഷം, ആ നിമിഷമാണ് കഞ്ചാവും കള്ളുമടിച്ച് മറക്കാൻ ശ്രമിക്കുന്നവനെ പോലെ മമതയില്ലാത്തവനിലേക്ക് ലോകത്തെ മറ്റൊന്നുമില്ലാതെ ആകർഷിക്കുന്നതും. മറ്റൊന്നുമില്ലാതെ ആകർഷിക്കുന്നു എങ്കിൽ മാത്രമാണ് അത് നിർമ്മമതയും. മനസ്സിലായില്ല? പുത്രൻ എന്ന പേരിൽ സമീപിക്കുമ്പോൾ ആ ഇതിവൃത്തത്തിൽ, ആ പർട്ടിക്കുലർ ഇതിവൃത്തത്തിൽ, ഞാൻ അതിൽ നിന്ന് വെളിയിൽ കിടക്കുന്നില്ല, ആ പർട്ടിക്കുലർ ഇതിവൃത്തത്തിൽ മകനെന്ന മമതയിൽ സമീപിക്കുമ്പോൾ പോരായ്മകൾ മാത്രമേ ഉള്ളൂ. ധനമെന്ന പേരിൽ സമീപിക്കുമ്പോൾ പോരായ്മകളല്ല, അതൊന്നും ഉണ്ടാവില്ല. വസ്തുജാലങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഇച്ഛയ്ക്കൊത്ത വസ്തുജാലം ഒരു മകനും വാങ്ങിത്തരാനാവില്ല. മോനെ മാമ്പഴം കൊണ്ടുവരണം, മോനെ നീ അച്ഛന് വാങ്ങിക്കൊടുത്തതുപോലുള്ള ഒരു മാല വാങ്ങിക്കൊണ്ടുവരണം, എനിക്ക് ജപിക്കാനാ. അച്ഛൻ്റെ മാലയിലെ 7ാമത്തെ രുദ്രാക്ഷം പോലെയല്ല നീ എനിക്ക് വാങ്ങിത്തന്നതിലെ 7ാമത്തെ രുദ്രാക്ഷം. അതിനൊരു പൊട്ടലുണ്ട്. എൻ്റെ ഉദാഹരണങ്ങൾ അപര്യാപ്തമല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിയാണ്. എങ്ങനെയാണ് നിങ്ങൾ കൊടുത്ത് തൃപ്തമാക്കുന്നത്? എങ്ങനെയാണ് കടമകളിൽ നിങ്ങളും അവരും തൃപ്തരാകുന്നത്? മകനെ, നീ അച്ഛൻ്റെ അടുക്കലിരുന്നപ്പോൾ വലത്ത് കൈ കൊണ്ടാണ് തലോടിയത്, എന്നെ തലോടിയത് ഇടത്ത് കൈ കൊണ്ട്. അല്ലെങ്കിലും എനിക്കറിയാം മോനെ, നീ കുട്ടിക്കാലത്ത് ഇടത്ത് കൈ കൊണ്ടാണ് വാക്കത്തിടുന്നത്, നീ അമ്മയെ തലോടിയത് ഇടത്ത് കൈ കൊണ്ടാണ്, നിന്റെ ബലമുള്ള കൈ ഇടത്ത് കൈയാണ്, നീ എന്നെ വലത്ത് കൈ കൊണ്ടാണ് തലോടിയത്. നിനക്ക് സ്നേഹം അമ്മയോടാണെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെയാണ് അച്ഛനെയും അമ്മയെയും നിങ്ങൾ തൃപ്തിപ്പെടുത്തുക? യു കാൻ ഫോളോ. വലത്തും ഇടത്തും കുഴപ്പമാണ്. ചാടിക്കയറാമെന്ന് വിചാരിച്ചാൽ അതും കുഴപ്പം തന്നെയാണ്. കയറാതിരുന്നാലോ അത് അതിനേക്കാൾ കുഴപ്പമാണ്. ബന്ധങ്ങൾ ഒരിക്കലും ബന്ധങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നില്ല. അതല്ലേ അവൻ ബന്ധത്തിൽ നിന്ന് മുക്തനായ സാമീപ്യം അവർക്കെപ്പോൾ ബോധ്യപ്പെടുന്നുവോ ആ ഒരു നിമിഷം അവർ സമസ്ത ബന്ധങ്ങളിൽ നിന്നും മോചനം നേടി അനുഭവിക്കുന്ന സർവാതിരിക്തമായ ആനന്ദത്തിൻ്റെ ഒരു സ്ഫുലിംഗം കൊടുക്കാൻ മകൻ്റെ തപസ്സിനും സ്വാധ്യായത്തിനും സാമീപ്യത്തിനും കഴിഞ്ഞാൽ പിന്നെ ബന്ധമില്ല. നോ, ഇപ്പോൾ ഇവിടെ വച്ച് ഇവിടെയൊക്കെ കോംപ്രമൈസിന് ഞാനില്ല. നമ്മളാ തലത്തിലേക്ക് മാറിയെങ്കിൽ നമ്മുടെ സാമീപ്യത്തിലേക്ക് എത്തുന്ന ഒരു ജീവന് ബോധ്യമാണ്, ഇവൻ എൻ്റെ മമതയെ കളയും. എനിക്കിപ്പോൾ മമത വേണം, കൂട്ടുകെട്ട് വേണ്ട. നിങ്ങൾ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോഴേ ഞാൻ മമതയുണ്ടാക്കുന്നുവോ മമത ഇല്ലാതാക്കുന്നുവോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം. മമത ഉണ്ടാക്കുന്നില്ല എന്ന് ബോധ്യമായാൽ
നിങ്ങൾക്ക് ഒരിക്കലും എൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഖജാൻജിയും ഒന്നും ആകാൻ പറ്റില്ല. പിന്നെ അത് ആ പാഴുവേലയ്ക്ക് നിങ്ങൾ പോവില്ല. Am I right? Am I right? ശരിയല്ല? എൻ്റെ വാക്കുകളുടെ ഉള്ളിൽ ഒരു സ്വരമുണ്ടാവും, ഞാൻ ദാഹിക്കുന്നു, എനിക്ക് വിശക്കുന്നു, എനിക്കൊരു പ്രസിഡന്റ് വേണം, എനിക്കൊരു സെക്രട്ടറി വേണം. വേണ്ട എന്ന് ഞാൻ പുറത്ത് പറയുമ്പോഴും ആന്തരികമായി വേണമെന്നുള്ളതിൻ്റെ ആ ഒരു തിക്കുമുട്ടലാണിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവർ പൊട്ടന്മാരാണ്. ഇയാളുടെ ആവശ്യം സാധിച്ചു കൊടുക്കാൻ കഴിവുള്ളവരല്ല. ഞാൻ അതിന് വന്നിരിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും അനുയായി വൃന്ദങ്ങളായി മാറുകയും ഞാനും ആ ആളുമായൊരു ബന്ധമുണ്ടാവുകയും ചെയ്യും. നിങ്ങൾ ആരെതിർത്താലും അനുകൂലിച്ചാലും, നിങ്ങൾ കൂടെ നിന്നാലും പോയാലും ഞങ്ങളൊരു ലോകം ഉണ്ടാക്കുകയും ചെയ്യും ബന്ധത്തിൻ്റെ. അതിൻ്റെ ഒരു പരിധിയിലെത്തിക്കഴിയുമ്പോൾ ഇനി ആ ബന്ധത്തിൽ നിന്നാൽ പറ്റില്ല എന്ന് തോന്നുമ്പോൾ അവനേക്കാൾ കേമനായ ഒരുവൻ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ പോരായ്മകളിൽ സ്പർശിക്കുകയും ആ പോരായ്മകൾ എന്നെ അലട്ടുകയും ചെയ്യുമ്പോൾ ആ പോരായ്മകളുടെ ഒരു ബ്ലൂ പ്രിൻ്റുമായി അവൻ വന്ന് എന്നെ കാണുമ്പോഴേ ആ പോരായ്മകൾ തീർക്കുന്ന ബ്ലൂ പ്രിൻ്റ് കയ്യിലേക്ക് വാങ്ങിച്ച് ഗോ എഹെഡ് എന്ന് പറഞ്ഞൊരൊറ്റ അനുമതി കൊടുക്കുന്നതോടെ അതുവരെ എൻ്റെ കൂടെ നിന്നവൻ്റെ ബന്ധം തീരുകയും അവൻ അടിച്ച് പുറത്താകുകയും അവനോടൊപ്പമുള്ള കുറേ പേർ പോവുകയും ഞാനും ഇവനും ചേർന്ന് ഇത് അടുത്ത വളർച്ചയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ബന്ധങ്ങളുടെ സംഘർഷങ്ങൾ ഞങ്ങളെ അലട്ടുമ്പോഴും ബന്ധത്തിനുള്ള ഞങ്ങളുടെ ദാഹം ബന്ധങ്ങളിൽ നിന്ന് ബന്ധങ്ങളിലേക്ക് പോകും. യെസ് ഓർ നോ? ലോകം കുറേ തെറി പറയും ബന്ധം കൊണ്ട്. ലോകം കുറേ പേർ ആശ്ലേഷിക്കും ബന്ധം കൊണ്ട്. കുറേ പേർ ഇതൊന്നും ഞങ്ങളുടെ ലോകമല്ല എന്ന് വിചാരിച്ച് വ്യതിരിക്തരാകും മറ്റൊരു ബന്ധം കൊണ്ട്. ഞാൻ പണ്ടേ പറഞ്ഞില്ലേ ഇതെല്ലാം അന്തിമമായി ഇങ്ങനെ മാത്രമേ വരുള്ളൂ എന്ന്, അത് വേറൊരു ബന്ധം കൊണ്ട്. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ബന്ധമില്ലായ്മ കൊണ്ട്. ഇങ്ങനെയല്ലാതെ ലോകത്ത് എവിടെയാണ് കാര്യങ്ങളുള്ളത്? വീട്ടിലും പുറത്തും നാട്ടിലും എല്ലാം ഈ പുരുഷാപരാധം ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഇത്രയും ഒന്ന് തിരിച്ചറിഞ്ഞു എന്ന് തോന്നുമ്പോൾ തന്നെ ഏതൊക്കെയോ ബാധ തോളത്തുനിന്ന് ഇറങ്ങിയെന്നൊരു തോന്നലിൻ്റെ ആശ്വാസം കേൾക്കുമ്പോൾ ഇവിടെ വെച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അത് അനുഭവിച്ചാൽ എത്ര കിട്ടുമെന്ന് ആലോചിച്ചാൽ മനസ്സിലായില്ല. അപ്പം ഇത് കേൾക്കുമ്പോൾ ഒരാശ്വാസമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് താഴോട്ടങ്ങ് ഇറങ്ങിയിരുന്ന എന്തുമാത്രം ബുദ്ധിമുട്ട്. ആണോ? അല്ല, അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴല്ലേ, ഇത് കേൾക്കുന്ന സമയത്ത് ഇത് താഴോട്ടിറങ്ങുന്ന ഈ പ്രക്രിയ ചിന്തിക്കുമ്പോൾ ഒരു ആശ്വാസമില്ലേ? സമാനായി. കാരണം വെച്ചാൽ ഈ ബന്ധമൊക്കെ പോകാൻ എളുപ്പമാണ്. മമത നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ ഒരു മമതയും നിങ്ങളെ വലയ്ക്കില്ല. ഇതിൻ്റെ നടുവിൽ ഇതില്ലെന്നുള്ളത് ബോധമാണ്. ബോധത്തിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ നടുവിലാണ് നിങ്ങളൊക്കെ നിൽക്കുന്നത്. അതിൻ്റെ നടുവിൽ ഒരു മമതയും ഇല്ലാതെ നിൽക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് അതിൽ ആലോചിക്കേണ്ടതും. അത് പൂർണ്ണമായ കാരുണ്യം കൊണ്ട്, അഹൈതുകമായ കരുണ കൊണ്ട്. കാരുണ്യം എന്നുള്ള പദം പോരാ, അഹൈതുകമായ കാരുണ്യം രണ്ട് തരത്തിലുണ്ടാവും. ഒരു ഹേതുവുള്ള കാരുണ്യം ഉണ്ടാവും. തിരിച്ചു കിട്ടുക എന്നുള്ളത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഞാനൊരു മനുഷ്യനാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയൊന്നുമല്ലാതെ ഒരു കാരണവും ഇല്ലാത്ത ഒരു കാരുണ്യത്തോടുകൂടി അച്ഛൻ, അമ്മ, മക്കൾ, ചുറ്റുപാടുകൾ, ബന്ധങ്ങൾ ഇവയൊക്കെ അവർക്കുണ്ടായിക്കോട്ടെ. നിങ്ങളുടെ അച്ഛനാണെന്ന് പറഞ്ഞു, ശരിയാണ്. മറ്റൊരാളും വന്നിട്ട് പറഞ്ഞു ഞാനാ നിൻ്റെ അച്ഛൻ, ശരി.
എന്ത് നഷ്ടം? ഒന്നല്ല 9 ഉണ്ടെങ്കിൽ അത്രയും സന്തോഷം. വൈദഹൽ അതെ, അത് വളരെ സുഖമാണ്. ഒരാൾ പറഞ്ഞു, സ്വാമി എൻ്റെ നാട്ടുകാരനാണ്. ഓ അതെല്ലോ, ഞങ്ങളുടെ നാട്ടിലാണ് പഠിച്ചേ. അതെല്ലോ, ഞാൻ സ്വാമിയെ പഠിപ്പിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ആ, കാരണം പെട്ടെന്ന് ഓർത്തെന്ന് തോന്നിക്കഴിഞ്ഞാൽ പുള്ളി അത് കള്ളം പറയാമെന്ന് വിചാരിക്കും. ഓ, ഒന്ന് കറങ്ങിത്തിരിഞ്ഞ്, സ്വാമിക്ക് എന്നെ മനസ്സിലായില്ലേ? ഭാസ്കരൻ്റെ മകള്, സ്വാമി തെറ്റി, ഗോപാലകൃഷ്ണൻ, എനിക്ക് മനസ്സിലായി, ഗോപാലകൃഷ്ണൻ്റെ മകള്. വൈദഹൽ ഭാസ്കരൻ്റെ ആയാലും ഗോപാലകൃഷ്ണൻ്റെ ആയാലും ഒരു കാര്യമില്ല. നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നില്ല, പിന്നെ ഇനിയിപ്പം ആരായാലും യു ക്യാൻ ഫോളോ. സിമ്പിൾ ഈസ് ദ ട്രൂത്ത്. നിങ്ങളതിനെ വല്ലാതെ കുഴപ്പത്തിലാക്കുകയാണ് ഈ ലോകം. ട്രൂത്ത് ഈസ് വെരി സിമ്പിൾ. ബട്ട് യു ആർ നോട്ട് സിമ്പിൾ. ഏറ്റവും സിമ്പിളായാൽ ട്രൂത്ത് വളരെ സിമ്പിളാണ്. ബിക്കോസ് ഐ ആം ദ ട്രൂത്ത്. അങ്ങനെയാണ് ഒരു സ്വാമിജി കോട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, സത്യം വളരെ ലളിതമാണ്, കാരണം ഞാൻ ലളിതമാണ്. ഞാൻ ഒരുപാട് അറിവുള്ളവനാണ്, സത്യവും അതുപോലെ കട്ടിപ്പിടിച്ചതാണ്. മനസ്സിലായില്ല? നമ്മളെങ്ങനെയോ അങ്ങനെയാണ് ഈ സത്യത്തെ കൊണ്ടുപോകുന്നത്. സത്യം വളരെ ലളിതമാണ്. അത് ലളിതമാണെന്ന് അറിയുമ്പോൾ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാം. ഒരു കാര്യം ടാക്കിൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അത് വന്ന് പറയുന്ന ആൾ പറയുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ, നമ്മളുടെ ബോഡിയിലൊക്കെ വരുന്ന മാറ്റത്തോടു കൂടിയാണ്, അനുകൂലിക്കുമോ പ്രതികൂലിക്കുമോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇവൻ കളിക്കുന്നത്. നമ്മളിലുള്ളത് അവനെ കാണാതെ പറയുകയാണ്, ചോദ്യകർത്താവിനെ. മനസ്സിലായില്ല? ഉത്തരം അറിഞ്ഞാണ് എല്ലാ ചോദ്യവും. മനസ്സിലായില്ല? അതാണ് ഈ ലോകത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഈ ലോകത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എല്ലാ സജഷൻ ചോദിക്കുന്നതും ഡിസിഷന് ശേഷമാണ്. ഐ ഡിസൈഡഡ്. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഡിസിഷൻ അല്ല. ഞാനൊരു നിർദ്ദേശം വെച്ചെന്നല്ലേ ഉള്ളൂ. നോ, ഞാനിത് നടപ്പാക്കാൻ തീരുമാനിച്ചിട്ട് തന്നെയുണ്ട്. പക്ഷെ ഞാൻ നടപ്പാക്കാൻ പോകുന്ന ഈ തീരുമാനം നിങ്ങൾ എതിരാകാതിരിക്കാൻ ഞാനിത് സജഷനായി വയ്ക്കുന്നു. ഇതറിയാൻ സജഷനും കൊണ്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ന്യൂനത ചൂണ്ടിക്കാണിച്ചാൽ അത് കേൾക്കുന്നില്ല, അതിൻ്റെ അപ്പുറത്തുള്ളൊരു ഗുണം പറയുന്നു. അപ്പോൾ അതിലെ ഒരു ന്യൂനത ചൂണ്ടിക്കാണിച്ചാൽ അതിനേക്കാളൊക്കെ കൂടിയ പ്രയോജനം പറയുന്നു. അവസാനത്തെ കൈക്ക് ഇയാൾ പാരവെക്കുമെന്ന് തോന്നിയാൽ തൻ്റെ ബ്രഹ്മാസ്ത്രം കയ്യിലേക്കെടുത്ത് അയാൾക്കിതുകൊണ്ട് കിട്ടുന്നൊരു ലാഭം പറയുന്നു. ക്ലീൻ ഫ്ലാറ്റ്. ഇങ്ങനെയല്ലാതെ നിങ്ങളോ ഞാനോ ലോകത്തേതെങ്കിലും സജഷൻ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്നൊരു നിമിഷം ആലോചിച്ചു. മനസ്സിലായില്ല?
മറിച്ച് നമ്മൾ അയാളുടെ അന്തർഗതങ്ങളെ അറിഞ്ഞ് മമതയുടെ വെളിയിൽ നിന്ന് കാര്യകാരണ പടലങ്ങളെ ആദിയിൽ അഴിക്കാൻ തുടങ്ങിയാൽ ആദ്യം തപിച്ചാലും മമതയുടെ വേർപാടുളവാക്കുന്ന നിർമ്മമത്വത്തിൻ്റെ ഒരു ആനന്ദം അയാൾ അനുഭവിക്കും. അവിടെ നിങ്ങളുടെ പുരുഷാപരാധങ്ങൾ പാമ്പിൻ്റെ പടം പൊഴിയുന്നത് പോലെ പൊഴിഞ്ഞു പോകും. അഹന്ത പൊഴിയുന്നതോടെ അനുഭൂതിയുടെ പുത്തൻ ശകലങ്ങളുണ്ടാകും. ഇതതിൻ്റെ വഴി. എല്ലാ ബന്ധവും അതുകൊണ്ട് പുരുഷാപരാധമാണ്. ഇപ്പോൾ എളുപ്പമല്ലേ? ഇപ്പോൾ സംഘർഷം കുറഞ്ഞില്ലേ? ഒരു നിമിഷം ആലോചിച്ചാൽ മതി. ഈ കളിയൊന്നും ഫ്യൂച്ചറിലല്ല, പ്രസൻറ്റ്. അറ്റ് പ്രസൻറ്റ്, നോട്ട് ഇൻ ഫ്യൂച്ചർ. ഇപ്പം കിട്ടിയാലേ കാര്യമുള്ളൂ. നാളെ കിട്ടാൻ വേണ്ടി പണിയെടുത്താൽ പണി തന്നെ ഒരു സംഘർഷമാണ്. മാർഗവും ലക്ഷ്യവും അകന്നിരിക്കുമ്പോൾ മാർഗത്തിലെ വേദനകൾ ലക്ഷ്യത്തിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഏതൊരിടത്ത് മാർഗവും ലക്ഷ്യവും വർത്തമാനത്തിലിരിക്കുന്നുവോ അതുമാത്രം സത്യമാണ്. ലോകത്തിലുള്ള സമസ്ത കർമ്മങ്ങളും അതിൻ്റെ പ്രയത്നം വർത്തമാനത്തിലും ഫലം ഭാവിയിലുമാണ്. ഒരു കർമ്മം കൊണ്ടും വർത്തമാനത്തിൽ ഫലം അനുഭവിക്കാനാവില്ല. കർമ്മവും കർമ്മഫലവും ഏകമായിരിക്കുന്നത് അറിവിൽ മാത്രമാണ്. അതുകൊണ്ട് അതുമാത്രം സത്യമാകുന്നു. കർമ്മവും കർമ്മഫലവും എവിടെയും വേർപെട്ടിരിക്കുന്നു. ജ്ഞാനത്തിൽ രണ്ടും ഏകമായിരിക്കുന്നു. മാർഗലക്ഷ്യങ്ങൾ ഏകീഭവിക്കുന്നിടത്തു മാത്രം പുരുഷാപരാധം നശിക്കുന്നു, ആനന്ദമുളവാകുന്നു. Is it true? നോക്കിയറിയാം. ജ്ഞാനം അതിൻ്റെ നിർമ്മമ ഭാവത്തിലാണെങ്കിൽ ഇന്ദ്രിയങ്ങൾ അറ്റുപോവുകയും ആ ആനന്ദമായി അതനുഭൂതിയിലാവുകയും ചെയ്യുന്നു. ശ്രവണമാത്രയിൽ തന്നെ. ഇതങ്ങ് ചെല്ലുമ്പോൾ ഒരുമാതിരി ഡൈനാമിറ്റ് ചെല്ലുന്ന പോലെ ആ സമയത്ത് ശുദ്ധി വരും. പിടിച്ചു നിൽക്കാൻ അത് തന്നെ തെളിയണം എങ്കിൽ മറ്റത് വിടണം. കാരണം ഇത് ശരിയായ ജ്ഞാനമാണെങ്കിൽ സകല പ്രപഞ്ചത്തെ ഒന്നിച്ച് കത്തിക്കുക ചെയ്യുന്നത്. പിന്നെ ഇത് ലക്ഷ്യവേദിയായി അയക്കാനറിയാവുന്നവനും അതിൻ്റെ മാത്ര കൃത്യമറിയാവുന്നവനുമൊക്കെ ആണെങ്കിൽ ഗംഭീരം എന്നേ പറയാൻ പറ്റൂ. അതുകൊണ്ട് നാളത്തേക്കുള്ള സാധനമല്ല, അറ്റ് പ്രസൻ്റ് എന്ന് പറഞ്ഞ പോലെ.
പൂർണ്ണവർത്തമാനത്തിൽ. പുരുഷാപരാധം അങ്ങനെ ആറ്റുപോകുന്നത്. പക്ഷെ ബാക്കിയുള്ളവരിൽ കിടക്കുന്നത് നമുക്ക് എന്ത് ഛേദമായിരിക്കുന്നത്. നമ്മളിൽ ഒരു പുരുഷാപരാധം കിടപ്പുണ്ടെങ്കിലേ ഉള്ളൂ മറ്റുള്ളതൊക്കെ പ്രശ്നമാകുന്നത്. ഇല്ലെങ്കിൽ നമുക്കെന്ത് പ്രശ്നമാണ് കിടക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ? പഠിക്കലെ വീടിൻ്റെ ഉയർച്ചയുമായി കമ്പയർ ചെയ്യുമ്പോഴേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. മനസ്സിലായില്ല? അത് നമ്മുടെ ബോധത്തിൽ താരതമ്യത്തിന് വിധേയമാകുന്നില്ലെങ്കിൽ, പുരുഷാപരാധം കൊണ്ട് ബന്ധം വരുന്നില്ലെങ്കിൽ, അത് നമ്മെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്ന് തന്നെയുമല്ല, വ്യക്തിബന്ധമേ ഉള്ളൂ. കല്ലിൻ്റെയും മണ്ണിൻ്റെയും ബന്ധത്തിലേക്ക് അത് പോയിട്ടില്ലെങ്കിൽ, ഇവിടെ ആരെങ്കിലും വരുമ്പോൾ ഇത് അയാളുടെ ആണെന്ന തോന്നലിൽ ഇടയില്ലെങ്കിൽ ഇങ്ങോട്ട് വിട്ടോളൂ, അവിടെ ഉണ്ടല്ലോ, എന്തിനാ വിഷമിക്കുന്നത്? 3-4 മുറി അവിടെ കിടക്കുകയല്ലേ. സൗകര്യമായി. ശരിയല്ല? ശരിയല്ല. ലൗകികമായി നോക്കിയാലും ഉപകാരമേ വരൂ, ഉപദ്രവം വരില്ല. തീർച്ചയായും വർത്തമാനത്തിൽ അനുഭവിക്കുന്നത്. മറ്റേ 2 സംഘർഷമല്ലേ. അച്ഛൻ പാല് തിളപ്പിച്ച് ഫ്ലാസ്കിൽ നിന്ന് തിളച്ച വെള്ളം എടുത്ത് പാൽപ്പൊടിയെടുത്ത് പഞ്ചസാരയിട്ട് യോജിപ്പിച്ച് അടിക്കുമ്പോഴൊക്കെ ഈ പ്രകൃതി തന്ന പാല് കയ്യിലിരിക്കുന്ന അമ്മ അവിടെ ഇരുന്നത് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്വപ്നത്തിലെ സംഘർഷം എത്ര വലുതാണ്, അച്ഛൻ്റെ സംഘർഷം എത്ര വലുതാണ്. പറഞ്ഞാൽ കേൾക്കുകയില്ല, അവളോട് പറഞ്ഞാൽ അവൾ ചാടിക്കടിക്കും. അതുകൊണ്ട് ആ പാൽ അവിടെ ഇരിക്കട്ടെ, ഈ പാലിപ്പോൾ കൊടുക്കാം എന്നുള്ള എൻ്റെ സംഘർഷം എത്ര വലുതായിരിക്കും. അത് കുടിക്കുന്ന കുഞ്ഞിൻ്റെ സംഘർഷം എത്ര വലുതായിരിക്കും. കണ്ടു നിൽക്കുന്ന നിങ്ങളുടെ സംഘർഷം എത്ര വലുതായി. അവളെ പിടിച്ച് 4 കൊടുക്കേണ്ടതാണ്. അവനെ കൊണ്ട് കൊള്ളുകലായിട്ടാണെന്ന് തോന്നാത്ത ആരാ ഉള്ളത്? ശരിയല്ല? ഇപ്പം ഇതിൽ മുലയൂട്ടുന്ന ഒരു അമ്മ ഇരുന്ന് ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് കുഞ്ഞൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനായിട്ടൊരു വെമ്പലുണ്ടാവില്ല. ഈ സ്വാമി എന്താ പറയാത്ത, കൊണ്ട് മുല കൊടുക്കുമെന്ന് പറയാത്തത് എന്താണ്, പിടിച്ച് 2 എണ്ണം കൊടുക്കേണ്ടതാണെന്ന് തോന്നുകയല്ലേ? തോന്നുകയല്ലേ? തോന്നും. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പുതിയ പരിഷ്കാരത്തിൻ്റെ ഭാവത്തിൽ അങ്ങനെയൊക്കെ പറയാവോ, പറഞ്ഞാൽ എന്തു തോന്നും? സ്വാമിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, ഞാൻ പറഞ്ഞാൽ വല്ലതൊക്കെ തോന്നിയെങ്കിലോ എന്ന് വിചാരിച്ചു. അയ്യോ, സ്വാമി ഒട്ടും പറയരുത്. സ്വാമി പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഉച്ചയ്ക്കുള്ള അരി തന്നത്. മനസ്സിലായില്ലേ? അതല്ലേ ഇങ്ങനെ ഒരുപാട് കുഴപ്പമുണ്ട് ഇതിനകത്ത്. സ്വാമി എന്തിനാ അത് പറഞ്ഞത്? കാരണം വെച്ചാൽ അരി ഇടാൻ തുടങ്ങി വെച്ച് ആക്കുംപടി എടുത്തുകൊണ്ട് പോയി. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് കഞ്ഞി എങ്ങനെ കൊടുക്കും? ശരിയല്ല? സോ ഇതൊക്കെ പുരുഷാപരാധ ബന്ധങ്ങളുടെ ഒരു കേന്ദ്രമാണ്. പ്രാരബ്ധം കൊണ്ട് ബാക്കി തീരാനുള്ള കർമ്മം മാത്രമേ ഉള്ളൂ. അത് തീരാൻ അഹന്തയൊന്നും വേണ്ട. അത് നമ്മൾ എറിഞ്ഞ കല്ലാണ്, അത് വീണിരിക്കും. എവിടെ വീഴാനാണോ എറിഞ്ഞത് അവിടെ തന്നെ വീണിരിക്കും. തലയിലാണെങ്കിൽ തലയിൽ, നെഞ്ചത്താണെങ്കിൽ നെഞ്ചത്ത് കൃത്യമായി വീണിരിക്കും. അതൊരു രസവുമാണ്. പുരുഷാപരാധവും പുരുഷാർത്ഥവും മാത്രമേ ദുഃഖമുണ്ടാക്കൂ. പ്രാരബ്ധങ്ങളൊന്നും ദുഃഖമുണ്ടാക്കൂല. കാരണം നമ്മൾ നേരത്തെ ചെയ്തു വെച്ചതാണ്. അത് രോഗത്തിലേക്കായാലും വീഴ്ചയിലേക്കായാലും അപകടങ്ങളിലേക്കായാലും സന്തോഷത്തോടെ ചെന്ന് കയറുന്നത്.
അതാണല്ലോ ചില വില്ലന്മാരുണ്ട്. പുരുഷാപരാധം, ചിലർ പുരുഷാർത്ഥത്തിലും പുരുഷാപരാധത്തിലും, ചിലർ പ്രാരബ്ധത്തിലും. വണ്ടിയെ ചിലർ ഇരിപ്പുണ്ടാവും. എത്ര കാലമായി വണ്ടിയൊന്നും ഇടിച്ച് കിട്ടുന്നില്ലല്ലോ. കാരണം അവൻ്റെ ഈ സങ്കല്പത്തിലിങ്ങനെ കിടക്കുകയാണ് ആ ഇടിച്ച് തീരാത്തതിൻ്റെ. അപ്പോഴാണ് പുരുഷാർത്ഥത്തിൽ ചിന്തിച്ച ഒരു 10 പേരോട് ആ വണ്ടിയെ കയറിയിരിക്കുന്നത്. നല്ല രസമായിരിക്കും വണ്ടി ഇടിച്ചാലല്ലേ. അപ്പം ഇവൻ പ്രാരബ്ധത്തിൽ ചെന്നിടികൊള്ളുന്നു, മറ്റവൻ പുരുഷാർത്ഥത്തിൽ ചെന്നിടികൊള്ളുന്നു. ഇടി കഴിയുമ്പോഴാണ് പുരുഷാർത്ഥക്കാരനിരുന്ന അയ്യോ ഭാവി എന്നെ നോക്കാൻ ആളില്ലേ, എടുത്തുകൊണ്ട് പോയില്ലേ, പരാതിയൊക്കെ പറയും. മറ്റവൻ ആ കിടപ്പിലും പരാതിയില്ല. കാരണം അവൻ്റെ ആ പ്രാരബ്ധം ഇങ്ങനെ തീരുകയാണ്. 2 തരക്കാരെയും കാണാം. കണ്ടിട്ടില്ല? ഇടിയുണ്ടായിടത്തൊക്കെ പോയി നോക്കിയിട്ടില്ല? ചിലർ ഇടിച്ച് വല്ലാതെ രക്തം ഒലിച്ച് കിടക്കുമ്പോഴും അവർ പറയും മറ്റവനെ ആശുപത്രി കൊണ്ടുപോകാൻ. നിങ്ങളെ ഡ്രൈവറെ ഒന്ന് കൊണ്ടുപോകും, എൻ്റെ കാര്യം പതുക്കെ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവനിങ്ങനെ രസിക്കുകയാണ്. അവനെ ഇടിച്ചിട്ടിരിക്കുന്നതും മറ്റവരെ ഇടിച്ചിട്ടിരിക്കുന്നതും അവനാണ് ഏറ്റവും വലിയ പരിക്ക് പറ്റിയിരിക്കുന്നത്. കണ്ടിട്ടില്ല? പക്ഷെ ജനം ഇത് കാണുമ്പോൾ പറയും മഹാത്യാഗിയാണ്, അവൻ രസിക്കുകയായിരുന്നു, ഒരു ത്യാഗവും വേണ്ട. എത്ര കാലമായി കാത്തിരുന്നു വന്ന ഒരു ഇടിയാണ്. അതിൻ്റെ ആ അനുഭൂതി യു ക്യാൻ ഫോളോ. ആസ്വദിച്ചിട്ടുണ്ടേ ഗംഭീരം. അത് വേണം, അത് നല്ലപോലെ വേണം. ആ സാധനം എല്ലാത്തിലും നിർബന്ധമായ അണ്ടർ കറണ്ടാണ്. 2 എണ്ണം: ശിവപെരുമാൻ്റെ അനുഗ്രഹവും ഗുരുവിൻ്റെ കാരുണ്യവും. ഇല്ല, പ്രാരബ്ധത്തെ ആസ്വദിക്കുന്ന അവന് വലിയ കുഴപ്പമൊന്നും വരികയില്ല. അവനെ ഒടിച്ചു നുറുക്കി വിട്ട രണ്ടാമത് കയറി വരും. അടുത്ത കാലത്താണ് ഒരു സ്വാമി, അദ്ദേഹം ആശ്രമത്തിലൊരു അമ്പലമൊക്കെ പണിതു. ഒരുപാട് പേരെ പോയി കണ്ട് ഒരു അമ്പലമൊക്കെ പണിതു. അമ്പലത്തിൻ്റെ മുകളിൽ കയറി തേങ്ങ ഇട്ടു. 84 വയസ്സുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. തെങ്ങലൊക്കെ വലിഞ്ഞ് കയറും. സൈക്കിളിലാണ് നടക്കുക, കുള്ളും സൈക്കിളാണ്. ആരെയും ചീത്ത വിളിക്കും. ഒടയതമ്പുരാൻ ഇറങ്ങി വന്നാൽ അവനെ ചീത്ത വിളിക്കും. കോംപ്രമൈസൊന്നുമില്ല. an അൺകോംപ്രമൈസിങ് ക്യാരക്ടർ. അദ്ദേഹം നേരെ അമ്പലത്തിൻ്റെ മുകളിൽ കയറി തേങ്ങ കുത്തിയിടുമ്പം തിത്തത്തയിന്ന് താഴോട്ട് വന്നു. 32 ഒടിവുകളോടെയാണ് താഴെ. ബോധമൊക്കെ പോയി. കുറേ നേരം അവിടെ കിടന്നു. ആരൊക്കെ കൂടി എടുത്തൊരു വലിയ ഹോസ്പിറ്റലിൽ കൊണ്ട്, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അവിടെ കൊണ്ടുവന്ന് ICUവിൽ കിടത്തി. കഷ്ടിച്ച് ബോധം വീണു. ഇപ്പോൾ ട്യൂബ് ഇട്ടിട്ടുണ്ട്. ഓപ്പറേഷനൊക്കെ ചെയ്യാൻ പറ്റില്ലാത്ത പരുവത്തിലാണ്. അവരെല്ലാം വലിച്ചു വെച്ചൊരു കെട്ടുമൊക്കെ കെട്ടി, കൈക്കൊരു പ്ലാസ്റ്റർ ഇട്ടു. മരിച്ചു. ബന്ധുക്കളെയൊക്കെ അറിയിച്ചു. മരിച്ചു എന്ന് പറഞ്ഞാണ് അറിയിക്കുന്നത്. അതുപോലാണ്. അപ്പോൾ അവിടുത്തെ HOD ബോധം വീണ് കണ്ണ് തുറന്നു കഴിഞ്ഞപ്പം HODയെ വിളിച്ചു. ഫുൾ ഐ വിൽ ഷൂട്ട് യു, ടേക്ക് മീ ടു സച്ച് ആൻഡ് സച്ച് പ്ലേസ്. അപ്പോൾ ഇവർ പറഞ്ഞു സ്വാമിജി ഇത് ക്രിട്ടിക്കൽ കണ്ടീഷനാണ് പറഞ്ഞു. നല്ല തെറി, പുളിച്ച ചീത്ത, വിളിയടാ വണ്ടി. മിസ്റ്റർ അയ്യർ ഇസ് ദെയർ ഓർ നോട്ട്? അയ്യരില്ലേ ക്ലാസ്സിൽ? Am I right, Mr. അയ്യർ? കാരണം ഞാൻ നിങ്ങളോട് പറയുന്നത് ജീവിതകഥയാണ് എന്നുറപ്പുവരുത്താനാണ് ഞാൻ അയ്യരെ വിളിച്ചത്. വിളിയടാ വണ്ടി. രാത്രി 7:30 മണിക്ക് വണ്ടി വിളിച്ചു. കയറി വണ്ടിയിൽ എടുത്തന്നെ കയറ്റടാ വണ്ടിയിലേക്ക് എടുത്ത് കയറ്റി. ഇന്നിടത്തുകൊണ്ട് എന്നെ വിട്ടു. 4 ആഴ്ച അവിടെ കിടന്നു. 4 ആഴ്ച കൊണ്ട് നടക്കാറായി, ഫുള്ളായി, ഓടിടന്നു. ഇപ്പം കൈലാസത്തിലേക്ക് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. പകുതി വഴിയായി കാണും കൈലാസത്തിൽ.
കൈലാസത്തിൽ നിന്ന് ശിവൻ ഇറങ്ങി ഓടുമോയെന്ന് എനിക്കറിയില്ല. കാരണം അങ്ങോരെയും ചിലപ്പോൾ ചീത്ത വിളിച്ചു വന്നിരിക്കും. പുള്ളി ആസ്വദിക്കുകയാണ് ലൈഫ്. കൻ യു ഇമാജിൻ? ഭാവന ചെയ്യാനെങ്കിലും പറ്റുമോ? ഭാവനയിലെങ്കിലും ഇങ്ങനെ ഒന്ന് ജീവിക്കാൻ പറ്റുമോ? നിർഭയൻ. അതിലേറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ആയുർവേദ ഡോക്ടറാണ് ഈ പാടൊക്കെ പിന്നെ വെച്ച് കെട്ടാൻ തുടങ്ങിയത്. എടോ, ഞാൻ അവിടെ നിന്ന് ചാടി വന്നത് അവന്മാർക്ക് ഇത് ശരിക്കും വെച്ച് കെട്ടാൻ അറിയാമല്ല, തനിക്കും ഇതറിയില്ല. ഞാൻ പറയാൻ കെട്ടണ്ട, ഇതുപോലെ കെട്ടണം. എടോ, കണ്ടിക്കുന്നത് ഇങ്ങനെയല്ല, ഇങ്ങനെ കണ്ടിക്കണം. ഒടുവി ഡോക്ടർ വിറച്ചു, കൂടെ നിൽക്കുന്നവർ വിറച്ചു. അവർ ചോദിച്ചു, സ്വാമിജി എവിടെയാണ് ഈ ട്രെയിനിങ് ഒക്കെ? ഇതൊക്കെ അവിടുന്ന്, ട്രെയിനിങ്ങൊക്കെ മോളിൽ നിന്നാണ്, പിന്നൊന്നും പറയാനില്ല, കേന്ദ്രത്തിലെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റാ. So feel like this. അതുപോലൊരു അനുഭവം ഉണ്ടാക്കിയെടുക്കുക, അതുപോലൊരു ധീരത ഉണ്ടാക്കിയെടുക്കുക. നിർഭയത്വം അതിൻ്റെ മാക്സിമത്തിൽ ഉണ്ടാക്കിയെടുക്കുക. പണ്ട് കാലത്ത് അടുത്ത വീട്ടിലെവിടെയെങ്കിലും ചിക്കൻ പോക്സോ സ്മോൾ പോക്സോ ഒക്കെ വന്നൊന്ന് കേട്ടാൽ ഇവിടെ വരും. ചിലർ കാണാൻ പോയാൽ പിറ്റേ ദിവസം വരും. ഇതിലൊക്കെ രസം, ഇവരെയെല്ലാം കുളിപ്പിക്കുന്നവന് വരാറില്ല. ആ സമയത്താണ് ഇത് പകരുന്നത്. കണ്ടിട്ടില്ല? മദ്യം ഇതിൻ്റെ അടുക്ക കൂടെ പോയാൽ വരുമെന്നാണ് പറയുന്നത്. അതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ, കുളിപ്പിക്കുന്നവൻ കള്ളൊഴിച്ചാണ് ചോറുണ്ടെന്നത്. ഇത് കഴിഞ്ഞ് അവനങ്ങോട്ട് ചെന്നു, പിടിച്ചു, തേച്ച് കഴുകി കുളിപ്പിച്ച് വൃത്തിയാക്കി കൊണ്ട കിടത്തി, ഒരു കുപ്പി കള്ള് വാങ്ങിച്ചു കൊണ്ടുവന്ന് ചോറിലേക്ക് ഒഴിച്ച്, അല്ലാത്തപ്പോഴും അടിച്ച് പൂസായിട്ടാണ് നടക്കുക. നിങ്ങൾക്കിതുവരെ വസൂരി? അതെന്നെ കണ്ടാൽ പേടിച്ച് മാറി നിൽക്കുന്ന സാധനമാണ്. ഞാനുമായിട്ട് കുറച്ച് ഭയത്തിലാണ്. എൻ്റെ അടുക്കിലേക്ക് അത്ര വേഗം വരില്ല. സൂക്ഷിക്കണം, നിങ്ങളതിൻ്റെ പേര് പറയരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ പിറ്റേ ദിവസം രാവിലെ കിടപ്പില്ല. എടോ, ഞാൻ അന്നേരെ പറഞ്ഞില്ലേ നിന്നെ കുളിപ്പിക്കാനും എനിക്കൊരു യോഗമുണ്ടെന്ന്. പിന്നെ ആലോചിച്ച് നോക്ക്, പുരുഷാപരാധത്തിൻ്റെ ലോകങ്ങൾ. നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു പുരുഷാപരാധം വെച്ച്. ഇത്രയൊക്കെ മതി, ഇത്രയൊക്കെ മതി. അപ്പം അങ്ങനെ വന്നാൽ മാ വിമുഞ്ച, ഒന്നും ഉപേക്ഷിക്കുകയോ വേണ്ട, ഒന്നും സ്വീകരിക്കണ്ട, ഒന്നും ഉപേക്ഷിക്കണ്ട. മാ ഗൃഹാണ മാ വിമുഞ്ച.